ശംഖു ഒരു വ്യക്തത ഉണ്ടായോ? അല്ല, ഇതിലൊരു വ്യക്തത ഇതുവരെ ആയിട്ടും വന്നില്ല. എന്തുകൊണ്ട് RSSന്റെ പേര് വലിച്ചിഴച്ചു എന്നതിലൊരു വ്യക്തത വരുത്താൻ അഡ്വക്കേറ്റ് അസ്കറിനും സാധിച്ചിട്ടില്ല എന്നല്ല മനസ്സിലാക്കേണ്ടത്. അല്ലെ, ഞാനതിൽ എന്റെ സാമാന്യയുക്തിക്ക് നിരക്കുന്ന രണ്ട് കാരണങ്ങൾ ഞാൻ പറഞ്ഞു. അതൊരു പൊളിറ്റിക്കൽ റീഡിംഗ് ആണ്. അതിനു മുമ്പ് രണ്ട് കാര്യങ്ങൾ ഞാൻ എന്റെ ആദ്യ ഊഴത്തിൽ സംസാരിച്ച കാര്യങ്ങളിൽ രണ്ട് പെശകുകൾ സംഭവിച്ചു എന്ന് പിന്നീട് ഉള്ളതിൽ എനിക്ക് ബോധ്യപ്പെട്ടു. ഒന്ന് രണ്ട് ആളുകൾ എനിക്ക് മെസ്സേജ് അയക്കുകയും ചെയ്തു. അതിൽ ഒന്ന്, 1971 ബംഗ്ലാദേശ് ലിബറേഷൻ വാറിന് ശേഷം ഇന്ദിരാഗാന്ധിക്ക് അനുകൂലമായിട്ടുണ്ടായിട്ടുള്ള ജനപ്രീതിയാണ് 71 തെരഞ്ഞെടുപ്പിൽ അവരെ സഹായിച്ചത് എന്ന്. അത് ശരിയല്ല. കാരണം 1971 തെരഞ്ഞെടുപ്പിന് ശേഷമാണ് ബംഗ്ലാദേശ് ലിബറേഷൻ വാർ ഉണ്ടാവുന്നത്. 1971 തെരഞ്ഞെടുപ്പിൽ അവർക്ക് അനുകൂലമായി വന്നത് മറ്റേ ബാങ്ക് നാഷണലൈസേഷനും അതേപോലെ തന്നെ പ്രീപേഴ്സ് നിർത്തലാക്കിക്കൊണ്ടുള്ള ജനപ്രിയകരമായിട്ടുള്ള നടപടികളായിരുന്നു എന്നുള്ളതാണ് ആദ്യത്തെ ഒരു തിരുത്ത്. രണ്ടാമത്തെ കാര്യം, പൂന്തുറ കലാപത്തിൽ കൊല്ലപ്പെട്ടത് ഒരാളാണെന്നാണ് ഞാൻ പറഞ്ഞത് എന്ന് തോന്നുന്നു. യഥാർത്ഥത്തിൽ പൂന്തുറ കലാപത്തിൽ കൊല്ലപ്പെട്ടത് 5 പേരായിരുന്നു. യഥാർത്ഥത്തിൽ പൂന്തുറ കലാപത്തിന്റെ ഒരു ബാക്ക്ഡ്രോപ്പിലാണ് ഹിന്ദു ഐക്യവേദി എന്ന് പറയുന്ന ഒരു സംഘടന പോലും കേരളത്തിൽ ഉണ്ടാവുന്നത്. അതുവരെ ഹിന്ദു ഐക്യവേദി എന്ന് പറയുന്ന ഒരു സംഘടന കേരളത്തിൽ പ്രവർത്തിക്കുന്നില്ല. ഇത്തരത്തിലുള്ള ഒരു സാഹചര്യത്തിൽ മറ്റെല്ലാ രാഷ്ട്രീയത്തിനും അതീതമായി ഹിന്ദുക്കൾ സംഘടിക്കേണ്ടതുണ്ട് എന്നുള്ള കാഴ്ചപ്പാട് ഉണ്ടാവുന്നത് അതിനുശേഷമാണ്. അപ്പൊ ആ രണ്ട് കാര്യങ്ങൾ ഞാനന്ന് ഒരു തെറ്റ് തിരുത്താണ്ട് വിട്ട് കളയാന്ന് പറയുന്ന ഒരു അധാർമികമായതുകൊണ്ട് ഞാനത് തിരുത്തി പോവാണ്. രണ്ട്, ഇനി ഈ എന്തുകൊണ്ട് RSS, അത് വളരെ കൃത്യമായിട്ട് ശ്രീ അഡ്വക്കേറ്റ് ജയപ്രകാശ് പറഞ്ഞു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇവിടെ യഥാർത്ഥത്തിൽ കേരളത്തിന്റെ രാഷ്ട്രീയം കഴിഞ്ഞ ഒരു 10 കൊല്ലമായിട്ട്, അല്ലെങ്കിൽ ഏറ്റവും ചുരുങ്ങിയത് ഒരു 2000-ങ്ങൾക്ക് ശേഷം 1999 ആദ്യത്തെ അടൽ ബിഹാരി വാജ്പേയി വന്നതിന് ശേഷമാണ് ഈ പറയുന്ന ഭയങ്കര BJP വിരുദ്ധത എന്ന് പറയുന്ന ഒരു സ്ട്രോങ് സെല്ലിംഗ് പോയിന്റ് ആയി മാറുന്നത്. കാരണം അത് വെച്ചുകൊണ്ട് ന്യൂനപക്ഷങ്ങൾക്കിടയിൽ ഭീതിയും അരക്ഷിതാവസ്ഥയും അരക്ഷിത ബോധവും സൃഷ്ടിച്ചുകൊണ്ട് നിങ്ങളെ ചുട്ടു തിന്നാനും നിങ്ങളെ ഇല്ലായ്മ ചെയ്യാനും ഒരു ഭീകര സത്വം ഇതാ രൂപപ്പെട്ട് വന്നിരിക്കുന്നു. ഈ അക്രമത്തിൽ നിന്ന് നിങ്ങളെ രക്ഷിക്കാൻ ഞങ്ങൾ മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് അടിയൻ ലച്ചിപ്പോം എന്ന് പറഞ്ഞ് രക്ഷകർത്താവ് ചമഞ്ഞുകൊണ്ട് ഇവരുടെ രക്ഷകർത്താവ് ആവാൻ ആര് എന്നുള്ളൊരു മത്സരമുണ്ട്. കഴിഞ്ഞ 10 കൊല്ലത്തിനിടയിൽ കേരളത്തിന്റെ രാഷ്ട്രീയം, അതായത് 2014 നരേന്ദ്രമോദി സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം ഈ ഭീതി വ്യാപനം വളരെ ശക്തമായിട്ട് പുനരുത്പാദിപ്പിക്കുകയും ഓരോ മുസ്ലിമിനെയും ഈ ഭീതിയുടെ നിഴലിൽ നിർത്തുകയും ഇവരെ രക്ഷിക്കാൻ ഞങ്ങളെ ഉള്ളൂ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മത്സരം ഇവിടെ നടന്നുകൊണ്ടിരിക്കുക. കേരളത്തിലെ യഥാർത്ഥ രാഷ്ട്രീയ പ്രശ്നം എന്ന് പറയുന്നത് ആരാണ് RSSനെ കൂടുതൽ നന്നായി എതിർക്കുന്നത് എന്നുള്ളതാണ്. അതല്ലാത്ത യാതൊരു വിഷയങ്ങളും ഇപ്പൊ ഈ പറഞ്ഞ ചർച്ചയിലൊക്കെ പറഞ്ഞതുപോലെ ജനങ്ങളെ ബാധിക്കുന്ന ജനകീയ പ്രശ്നങ്ങൾ, നല്ല റോഡുകളില്ല, അടിസ്ഥാന സൗകര്യങ്ങളില്ല, ക്ഷേമ പെൻഷനുകൾ കിട്ടുന്നില്ല, ആശുപത്രികളിൽ മരുന്നില്ല, ഓപ്പറേഷൻ നടക്കുന്നില്ല, ഇതൊന്നും ഒരു സെല്ലിംഗ് പോയിന്റ് അല്ല. ഇതൊന്നും വെച്ച് കഴിഞ്ഞാൽ ചർച്ചയ്ക്ക് പോലും ആളുകൾ തയ്യാറല്ല. മാധ്യമങ്ങൾ പോലും ആഗ്രഹിക്കുന്നത്, ജനങ്ങൾ കേൾക്കാൻ ആഗ്രഹിക്കുന്നത് എന്താണ് RSSനെതിരെ ഇന്ന് എടുത്തിട്ടുള്ള നടപടി. അതായത് ഇതാണ് ഒരു പ്രബലമായിട്ടുള്ള ഒരു വിഭാഗം, കേരളത്തിന്റെ ഏതാണ്ട് 29% വരുന്ന മുസ്ലിം വിഭാഗം ഒറ്റക്കെട്ടായി വോട്ട് ചെയ്യുന്ന ഒരു വിഭാഗം. അതിനേക്കാൾ കൂടുതൽ ജനസംഖ്യയിലുള്ള ആളുകൾക്ക് പോലും കൺസോൾട്ടേറ്റഡ് വോട്ടിംഗ് ചെയ്യാൻ സാധിക്കാത്തത് കൊണ്ട്, എൻമാസായിട്ട് വോട്ട് ചെയ്യാൻ സാധിക്കാത്തത് കൊണ്ട്, അവരുടെ വോട്ടുകൾ പല പാർട്ടികളിലായി പിരിഞ്ഞു കിടക്കുന്നത് കൊണ്ട് അവർക്കൊരു വലിയ സ്ട്രോങ് പൊളിറ്റിക്കൽ ഫോഴ്സ് ആവാൻ സാധിക്കുന്നില്ല. അവർക്ക് രാഷ്ട്രീയത്തിൽ ശക്തിയാവാൻ സാധിക്കുന്നില്ല. ആര് ഭരിക്കണം ആര് തോൽക്കണം എന്ന് തീരുമാനിക്കാൻ ശേഷിയുള്ള ഒരു പ്രബല വിഭാഗമാവാൻ സാധിക്കുന്നില്ല. അതേ സമയത്ത് 29% കേരളത്തിലെ മുസ്ലിം വോട്ട് ബാങ്ക് ഒരു കൺസോൾട്ടേറ്റഡ് വോട്ട് ബാങ്കായി നിൽക്കുകയും അവർക്ക് തങ്ങൾക്ക് അനുകൂലമായി നിൽക്കുന്നവർക്ക് തരാതരത്തിൽ വോട്ടുകൾ മാറ്റി കൊടുക്കാൻ ഐഡിയോളജിക്കൽ കമ്മിറ്റ്മെന്റിന്റെ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ LDF ആണ് RSS വിരുദ്ധത കൂടുതൽ ഉയർത്തിപ്പിടിച്ച് മുസ്ലിം അനുകൂല നിലപാട് സ്വീകരിക്കുന്നെങ്കിൽ LDFനും, അതല്ല UDF ആണ് LDFനേക്കാൾ നല്ല ഇസ്ലാമിക പ്രീണന നയങ്ങൾ സ്വീകരിക്കുന്ന, അല്ലെങ്കിൽ BJP സംഘപരിവാർ വിരുദ്ധ നയങ്ങൾ സ്വീകരിക്കുന്നെങ്കിൽ അവർക്കും ആശയത്തിന്റെ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ വളരെ പ്രാക്ടിക്കലായി പ്രാഗ്മാറ്റിക് ആയി വോട്ടുകൾ മാറ്റി കൊടുക്കാൻ സാധിക്കുന്ന, എൻമാസായിട്ട് കൺസോൾട്ടേറ്റഡ് ആയിട്ട് ഒറ്റ നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിൽ ഒരു സമൂഹത്തിന്റെ വോട്ട് മുഴുവൻ നിർണ്ണയിക്കാൻ സാധിക്കുന്ന ഒരു ശേഷിയായിട്ട് അവിടെ നിൽക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ഇവരാണ് ഡിസൈഡിങ് ഫാക്ടർ. ഇവരാണ് കേരള രാഷ്ട്രീയത്തിൽ ഏറ്റവും ഒരു ഡിസൈഡിങ് ഫാക്ടറായി മാറിയിട്ടുള്ളത്. അപ്പൊ ആ വിഭാഗത്തിനെ പ്രീണിപ്പിക്കാൻ എന്ത് ചെയ്യണം എന്നുള്ളതാണ് ഇവിടുത്തെ ക്വസ്റ്റ്യൻ. ഈ വിഭാഗത്തെ പ്രീണിപ്പിക്കാൻ, ഇവരുടെ വോട്ട് സമാഹരിക്കാനാണ് ഇവിടെ നിരന്തരമായിട്ട് ഈ RSS വിരുദ്ധത പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതല്ലാതെ ഈ നിലമ്പൂർ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് റെലവെന്റ് ആയിട്ടുള്ള ഒരു പൊളിറ്റിക്കൽ പോയിന്റേ അല്ല 1977 അടിയന്തരാവസ്ഥയുടെ ബാക്ക്ഡ്രോപ്പിൽ നിങ്ങൾ സ്വീകരിച്ചിട്ടുള്ള നിലപാട് എന്താണെന്നുള്ളത്. 1989 VP സിംഗിന്റെ മന്ത്രിസഭ വരുന്ന ഘട്ടത്തിൽ ഓരോ പാർട്ടികളും എവിടെയായിരുന്നു എന്നുള്ളത്.
ഇവിടെ RSSനെ വളരെ ബോധപൂർവം കൊണ്ടുവരും. കാരണം എന്താ വെച്ചാൽ RSSനെ പറ്റിയിട്ട് ഇവര് തന്നെ ന്യൂനപക്ഷങ്ങൾക്കിടയിൽ സൃഷ്ടിച്ചു വെച്ചിട്ടുള്ള ഒരു ഭയങ്കരമായിട്ടുള്ള ഭീതിജനകമായിട്ടുള്ള ഇമേജ് ഉണ്ട്. RSS എന്ന് പറയുന്നത് ന്യൂനപക്ഷ വിരുദ്ധമാണ്, മുസ്ലിം വിരുദ്ധമാണ്, മുസ്ലിങ്ങളുടെ ജീവിക്കാനുള്ള അവകാശത്തെ നഷ്ടപ്പെടുത്താൻ ഉദ്ദേശിച്ചിട്ടുള്ള ഒരു പ്രത്യയശാസ്ത്ര സംഘമാണ് എന്നൊരു ഭീതി അവർ തന്നെ സൃഷ്ടിച്ചിരിക്കുന്നു. ആ RSSൽ നിന്ന് രക്ഷിക്കാൻ ഞങ്ങളേ ഉള്ളൂ എന്നിവര് ഒരു വാദം നിരത്തുന്നു. എന്നിട്ട് മറ്റുള്ള ആളുകൾക്ക് RSSുമായിട്ട് ബന്ധമുണ്ടെന്ന് ഇവർ നിരന്തരമായിട്ട് ആരോപിച്ചുകൊണ്ടിരിക്കുന്നു. ഇത് CPM കോൺഗ്രസും ചെയ്തുകൊണ്ടിരിക്കുന്നത്. കോൺഗ്രസ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് CPM-ഉം BJP-യും തമ്മിൽ നെക്സസ് ആണ്, CPM-ഉം RSSും തമ്മിൽ നല്ല ബന്ധമുണ്ടെന്നുള്ളതാണ്. CPM ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്താണ്? കോൺഗ്രസും RSSും തമ്മിലാണ് കൂടുതൽ നല്ല ബന്ധം, BJP കോൺഗ്രസും തമ്മിലാണ് കൂടുതൽ ആഴത്തിലുള്ള ടൈപ്പ് എന്ന് പറയും. നിരന്തരമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ആരോപിക്കണം. അതായത് ഒരേ എല്ലിൻ കഷ്ണത്തിന് വേണ്ടി കടിപിടി കൂടുന്ന പ്രയോഗം ശരിയാവുമെന്ന് എനിക്കറിയില്ല. ആ ജീവികളായിട്ട് കേരള രാഷ്ട്രീയത്തിലെ രണ്ട് പ്രബല വിഭാഗങ്ങൾ മാറിയിരിക്കുകയാണ്. ഒരേ എല്ലിൻ കഷ്ണത്തിന് വേണ്ടിയിട്ടാണ്, ഒരേ വോട്ട് ബാങ്കിന് വേണ്ടിയിട്ട് കടിപിടി കൂടുന്ന ആളുകളായിട്ട് മാറിയിരിക്കുകയാണ്. അതിനുള്ള കേവലം ഒരു പൊളിറ്റിക്കൽ വെപ്പണായി മാത്രമാണ് ഉപയോഗിക്കുന്നത്. ഇപ്പൊ നിലമ്പൂരിനെ സംബന്ധിച്ചിടത്തോളം മുസ്ലിം വോട്ട് വളരെ നിർണായകമായിട്ടുള്ള സ്വാധീനമായിട്ടുള്ള തെരഞ്ഞെടുപ്പാണത്. മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർ യഥാർത്ഥത്തിൽ ഏറ്റവും കബളിപ്പിക്കപ്പെടുന്ന ഒരു വിഭാഗമായിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം മുസ്ലിങ്ങളെ ഇവിടെ നിരന്തരമായിട്ട് ബോധവൽക്കരിച്ച് വെച്ചിരിക്കുന്നത് RSSനെ എതിർക്കുന്നവരാണ് മുസ്ലിം ഇൻട്രസ്റ്റ് സപ്പോർട്ട് ചെയ്യുന്നത് എന്നുള്ളതാണ്. യഥാർത്ഥത്തിൽ RSSനെ എതിർക്കുന്നത് എങ്ങനെയാണ് മുസ്ലിം ഇൻട്രസ്റ്റ് ആവുന്നത്? യഥാർത്ഥത്തിൽ മുസ്ലിം ഇൻട്രസ്റ്റ് ഉള്ള ആളുകൾ എന്താ ചെയ്യേണ്ടത്? ഇസ്ലാമിക സമൂഹത്തിനിടയിൽ കൂടുതൽ പരിഷ്കരണങ്ങളും പുരോഗമനങ്ങളും കൊണ്ടുവരണം, അവർക്ക് കൂടുതൽ അവസരങ്ങൾ കൊണ്ടുവരണം, അവരുടെ പെൺകുട്ടികൾക്ക് പഠിക്കാനുള്ള സാധ്യതകൾ ഉണ്ടാക്കണം, അവർക്ക് കൂടുതൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും തൊഴിൽ സ്ഥാപനങ്ങളും ഉണ്ടാവണം. നാടിന് പൊതുവായിട്ട് വികസനം ഉണ്ടാവുമ്പോൾ എല്ലാ വിഭാഗത്തിനും അതിന്റെ വികേന്ദ്രീകൃതമായിട്ടുള്ള ഫലം അനുഭവിക്കാൻ സാധിക്കുന്നത് പോലെ മുസ്ലിം സമൂഹത്തിന് അതിൻ്റെതായിട്ടുള്ള ഫലം ഉണ്ടാവും. അങ്ങനെ എല്ലാവർക്കും ഗുണം ഉണ്ടാവുകയും സമുദായത്തിന് ഗുണം ഉണ്ടാവുകയും ചെയ്യുന്ന കാര്യങ്ങളിൽ ഒന്നുമല്ല ഏതോ വിദൂരത്തിൽ കിടക്കുന്ന വടക്കേ ഇന്ത്യയിൽ നിന്ന് നാളെ നമ്മൾ തിന്നാൻ വേണ്ടി വരുന്ന 4 കൈയും 6 വാലുമുള്ള ആ ഒരു ഭീകര സ്വത്വത്തിൽ നിന്ന് ഞങ്ങളെ സംരക്ഷിക്കാനുള്ള ഇവരുടെ ഈ ചക്കളത്തിപ്പോരാണ് യഥാർത്ഥത്തിലുള്ള മുസ്ലിം ഇൻട്രസ്റ്റ് എന്ന് ധരിച്ചു വശമായിട്ട് ഈ വിഡ്ഢിത്തരത്തിന് അങ്ങോട്ടും ഇങ്ങോട്ടും മാറി മാറി വോട്ട് കുത്തുന്ന നിലയിലേക്ക് അവിടെ മാറിയിട്ടുണ്ട് എന്നുള്ളത് ഒരു വളരെ പ്രധാനമായിട്ടുള്ള പ്രശ്നമാണ്. പക്ഷെ ആ വോട്ട് ബാങ്കിനെ പ്രേരിപ്പിക്കാൻ ഇതാണ് ഒരു ആയുധം. അതുകൊണ്ട് മറ്റ് വികസന പ്രശ്നങ്ങളൊന്നും കേരളത്തിൽ ഒരു പ്രശ്നമല്ലാണ്ടായിരിക്കുകയാണ്. നിലമ്പൂർ PV Anwar എന്തിനാണ് രാജിവെച്ചത്? PV Anwar രാജിവെക്കുന്നത് ഇതേ പോയിന്റ് പറഞ്ഞുകൊണ്ടാണ്. PV Anwar ഈ പോയിന്റ് രണ്ടാൾക്കെതിരെ പറയുന്നുണ്ട് എന്നുള്ളതാണ് ഏറ്റവും വലിയ തമാശ. PV Anwar ആദ്യം ഇടതുപക്ഷത്തിന്റെ ഭാഗമായി നിൽക്കുന്ന സമയത്ത് കോൺഗ്രസിനെതിരെയാണ് ഏറ്റവും ശക്തമായിട്ട് വാദങ്ങൾ ഉന്നയിച്ചിരുന്നത്. കോൺഗ്രസിന് RSS ബന്ധമുണ്ട് എന്നുള്ളതാണ് വാദിച്ചിരുന്നത്. VD സതീശനെതിരെ ഡയറക്റ്റ് ആയിട്ടുള്ള ആരോപണം ഉന്നയിച്ചിട്ടുണ്ടായിരുന്നു. അതേ സമയത്ത് CPM-ന്റെ പിന്തുണ കിട്ടുന്നില്ല എന്നായപ്പോ അതേ സാധനം CPM-നെതിരെ, അതായത് ഒരാളെ തെരഞ്ഞെടുപ്പിലുള്ള ഒരു എന്താ പറയുക ദുർബലമായിട്ടുള്ള നിലയിലേക്ക് എത്തിക്കാൻ ഏറ്റവും സുന്ദരമായിട്ടും ഏറ്റവും എളുപ്പമായിട്ടും വിനിയോഗിക്കാൻ കഴിയുന്ന ഒരു ആയുധമായി ഇത് മാറിയിരിക്കുന്നു, RSS ബാന്ധവം മാറിയിരിക്കുന്നു എന്നല്ലാണ്ട് ഇതിനൊന്നും യാതൊരു സബ്സ്റ്റൻസും ഇല്ല, ഇതിനൊന്നും ഫാക്ച്വൽ ആയിട്ടുള്ള യാതൊരു ബാക്കിങ്ങും ഇല്ല എന്നുള്ളതാണ് വസ്തുത.